അനിവാര്യമായ മാറ്റങ്ങൾ വന്നു. ലോകകപ്പിലെ നിർണായകമായ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വേയോട് ജയിക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകരും വിദഗ്ധരും മാത്രമല്ല വിമർശകർ വരെ പറഞ്ഞു, ഡെഫിനറ്റ്ലി അതിലൊരു സഞ്ജു സാംസൺ ഇമ്പാക്റ്റ് ഉണ്ട്. മികച്ച തുടക്കം ലഭിച്ചപ്പോൾ മറ്റു ബാറ്റർമാർക്കെല്ലാം തന്നെ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സാധിച്ചു എന്നതിന്റെ തെളിവാണ് ഇന്ത്യക്കായി ബാറ്റെടുത്തവരെല്ലാം മത്സരത്തിൽ നിറഞ്ഞാടിയത്. അക്സർ പട്ടേലും സഞ്ജുവും ടീമിലെത്തിയത് ടീം ബാലൻസ് മികച്ചതാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ കൂടിയാണ് സിംബാബ്വേക്കെതിരെ അടിച്ചെടുത്തത്. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും ടൂർണമെന്റിലെ തന്നെ അവരുടെ മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കാൻ സാധിച്ചതും ഈ മത്സരത്തിലായി മാറി. 23 പന്തിൽ 50 റൺസ് എടുത്ത ഹാർദിക്കിന്റെ ഫിനിഷിംഗ് കൂടി ചേർന്നതോടെ ബാറ്റിംഗിൽ ഇന്ത്യയുടെ സർവാധിപത്യം. പിച്ച് മാറിയതോടെ ഇന്ത്യക്ക് മികച്ച തുടക്കം കിട്ടി. ബാറ്റിംഗിൽ മെച്ചപ്പെടാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു. അതിന്റെ തെളിവാണ് നാം കണ്ടത്. കമന്ററി ബോക്സിലിരുന്ന് ആകാശ് ചോപ്ര ഇങ്ങനെ പറഞ്ഞ സമയത്ത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന ആകാശ് ചോപ്രയെ തിരുത്തുന്നുണ്ട്. എന്താണ് ആകാശ് ഭായ്, പിച്ച് അതേ പിച്ച് തന്നെയാണ്. യഥാർത്ഥ മാറ്റം വന്നത് ഇന്ത്യയുടെ ഓപ്പണിങ്ങിലാണ്. സഞ്ജു ഓപ്പണിങ്ങിലേക്ക് വന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട മാറ്റം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചത്. വലിയ മത്സരങ്ങളിൽ 50 100 അടിക്കുന്നതിനേക്കാൾ ബലമുള്ളതാണ് ടീമിന് ഇമ്പാക്ട് നൽകുന്ന ഇന്നിങ്സുകൾ. നേരിട്ട രണ്ടാം പന്ത് തന്നെ സിക്സറിന് പറത്തി അയാൾ തന്റെ കൃത്യനിർവഹണം നടത്തി. ഇഷാൻ കിഷാൻ ടീമിലുണ്ടായിട്ടും വിക്കറ്റിന് പിന്നിൽ നിന്നതും സഞ്ജു ആയിരുന്നു. അവശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളിലും അയാൾ ടീമിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്ന സൂചനയായിരുന്നത്. അതുകൊണ്ട് തന്നെ ടൂർണമെന്റിൽ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജു എന്ന ബാറ്റർ കൂടുതൽ കത്തിപ്പടരാൻ സാധ്യതയുണ്ട്. ബൗളിങ്ങിലെയും ഫീൽഡിങ്ങിലെയും ഇന്ത്യയുടെ ചില പിഴവുകൾ കൊണ്ടാണ് ചുരുങ്ങിയത് 100 റൺസിനെങ്കിലും വിജയിക്കേണ്ട ഈ ഒരു മത്സരത്തിന്റെ ശോഭ കുറഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാര്യങ്ങൾ കൂടി പരിഹരിച്ചു വേണം മാർച്ച് 1 ഞായറാഴ്ച അതിനിർണായകമായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ആ മത്സരത്തിന് ഇറങ്ങാൻ വേണ്ടി. അതുകൂടി വിജയിച്ചാൽ മാത്രമാണ് സെമി ഫൈനൽ സ്ലോട്ട് ഇന്ത്യക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മത്സരം അവസാനിച്ചപ്പോൾ സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള സുനിൽ ഗവാസ്കർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ടീമിന് വേണ്ടിയാണ് സഞ്ജു വമ്പൻ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച് പുറത്തായത്. അയാൾ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടില്ല, പക്ഷേ സഞ്ജുവിന്റെ ചിറകിലേറിയാണ് മത്സരത്തിൽ ഇന്ത്യ പറന്നു തുടങ്ങിയത്.